അയ്യോ വണക്കം. അങ്ങനെ നമ്മുടെ ധർമ്മസ്ഥല വിഷയത്തിൽ നമ്മുടെ പ്രകാശ് രാജിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ധർമ്മസ്ഥലയുടെ വിഷയത്തിൽ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളതായിരുന്നു. ഈ വേട്ടാവളിയൻ പ്രകാശ് രാജിനെ നമുക്ക് എക്സ്പോസ് ചെയ്ത് കാണിക്കണമല്ലോ. ഇവൻ നാഴികയ്ക്ക് 40 വട്ടം കുച്ചുബി എന്ന് പറഞ്ഞ് തേരാപ്പാര എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവനാണല്ലോ. ആ ഇവന് പോലീസ് വിളിച്ചപ്പോൾ പോലീസിന് മുമ്പിൽ പോകാനായിട്ട് വയ്യ. അതായത് ധർമ്മസ്ഥല വിഷയത്തിൽ ആ ചിന്നയ്യ എന്ന് പറയുന്ന അവിടെ ധർമ്മസ്ഥലയിൽ ഗൂഢാലോചന നടത്തി അവിടെ ആൾക്കാരെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചുകൊണ്ട് പോയ ചിന്നയ്യയുടെ ചിറുകിട്ട് കുത്തിയപ്പോഴാണ് ഇവൻ പറഞ്ഞത് പ്രകാശ് രാജ് എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കേസൊക്കെ കുത്തിപ്പൊക്കിയിട്ട് നീ ഒന്ന് സെറ്റ് ചെയ്യും, നിനക്ക് ഞാൻ 1/2 കോടി രൂപ തരാം, പോരാത്തതിന് ഇത് 200 കോടി രൂപയുടെ ഡീലാണ് എന്നാണ് പ്രകാശ് രാജ് തന്നോട് പറഞ്ഞതെന്നാണ് ചിന്നയ്യ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് പ്രകാശ് രാജിൻ്റെ അടുത്ത് പോകാനായിട്ട് കോടതി പോലീസിൻ്റെ അടുത്ത് ഉത്തരവിട്ടു. കോടതി എത്തും മുമ്പേ പ്രകാശ് രാജ് എല്ലാം പുറത്തേക്ക് എടുത്തിടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ അതിനകത്ത് ഈ ചിന്നയ്യ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ആരോപണങ്ങളിൽ നിന്നും അകലം പാലിക്കുന്ന പ്രകാശ് രാജിനെയാണ് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും പോലീസ് പോകുമ്പോൾ അവിടെ നടക്കാൻ പോകുന്ന സീന് വേറൊന്നും ആയിരിക്കില്ല. ഒന്ന് ചോദിക്കുമ്പോൾ ഇവ വേറെ എന്തെങ്കിലും പറയും. തത്തത്ത പിത്തത്ത ഉരുളിയാണ് സർവൻ എന്ന് പറയുന്നത് പോലെയാണ് പ്രകാശ് രാജിൻ്റെ കേസ് എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോഴേ പ്രകാശ് രാജ് ഉരുളാനുള്ള തറയും തപ്പി നടക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രകാശ് രാജ് നമുക്കറിയാം, ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന വിഷയം വന്നപ്പോൾ ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിഷം വമിപ്പിച്ച മൈ ഡിയർ ഫ്രണ്ടാണ് ഈ പ്രകാശ് രാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രകാശ് രാജിന് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അടിയായിപ്പോൾ ഈ ധർമ്മസ്ഥല കേസിലെ ഈ ചിന്നയ്യൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഇയാൾ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ്, അല്ലെങ്കിൽ പോലീസ് ഇയാളുടെ എല്ലാം കൂടെ വാരിക്കൂട്ടി കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിച്ച ഹർജിയിലാണ് പ്രകാശ് രാജിൻ്റെ പേരുള്ളത്. ഇപ്പോൾ പ്രകാശ് രാജ് വിശദീകരണമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രകാശ് രാജ് പറയുന്നത് ഞാൻ ചിന്നയ്യെ വിളിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ വിളിച്ചിട്ടുണ്ടല്ലേ? വിളിച്ചിട്ടുണ്ട്. എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ ഈ പ്രകാശ് രാജ് പറയുന്നത് താങ്കളുടെ കയ്യിലുള്ള ആ തെളിവുകളുണ്ടല്ലോ, ആ തെളിവുകൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നശിപ്പിക്കപ്പെടാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആ തെളിവുകൾ എന്ന് പറയുന്ന സാധനം താങ്കളുടെ കയ്യിലുള്ളത് കൊണ്ട് താങ്കൾ കൊല്ലപ്പെടാം. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ താങ്കളുടെ തെളിവുകൾ എത്രയും പെട്ടെന്ന് SITയുടെ മുമ്പിലേക്ക് ഹാജരാക്കുക എന്ന് അയാളോട് പറയാനാണ് ഞാൻ വിളിച്ചതെന്നാണ് പ്രകാശ് രാജ് പറയുന്നത്. ഈ രാജ്യത്ത് ഒരുപാട് കൊള്ളയും കൊലപാതകമൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്, അവിടെയൊന്നും നിനക്ക് വിളിക്കാൻ തോന്നിയില്ലല്ലോടാ പ്രകാശ് എന്ന് എനിക്ക് ഇവൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ശബരിമല കൊള്ള കേസ് നടക്കുകയാണ്. ഇവ അതിൻ്റെ കൂട്ടത്തിലുള്ള ആരെയെങ്കിലും വിളിച്ചതായിട്ട് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? എന്തായാലും എനിക്ക് അറിഞ്ഞൂടെ, അങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടുമില്ല. അവിടെ ഇവനെ ആരെയും വിളിക്കേണ്ട. പക്ഷേ ധർമ്മസ്ഥലം എത്തുമ്പോൾ ഇവന് ഒരുപാട് പേരെ വിളിക്കാനുണ്ട്, ഒരുപാട് പേരെ അടുത്ത് ചെന്നിരിക്കാനുണ്ട്, ഒരുപാട് പേരുടെ കാലിൽ നക്കാനുണ്ട്. അങ്ങനത്തെ ഒരു രീതിയാണ് ഈ പ്രകാശ് രാജിൻ്റെ എന്ന് പറയുന്നത്. അതായത് ഈ വിഷയത്തിൽ മാത്രം എന്തിനാണ് നിനക്ക് ഇത്ര സ്പെസിഫിക് ആയിട്ടുള്ള താല്പര്യമെന്ന് പ്രകാശ് രാജിനോട് ചോദിച്ചെങ്കിലും പ്രകാശ് രാജ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാം, ജഗതി പറയുന്നത് പോലെ നീ സെൻട്രൽ ജയിലിലോട്ടുള്ളൊരു വാഗ്ദാനമുണ്ട് എന്ന് മാത്രമേ എനിക്ക് പ്രകാശ് രാജപ്പനോട് പറയാനുള്ളൂ. എന്തു തന്നെയായിരുന്നാലും അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ പോയി ചേർന്നിരിക്കുകയാണ് അവനെന്ന് പറയുന്നത്. അല്ലെങ്കിലും പണ്ടേ പറയുന്ന വാക്കിനൊന്നും വിലയില്ലാത്തവനാണ് പ്രകാശ് രാജ് എന്ന് പറയുന്നത്. വിജയ് എന്ന് പറയുന്ന നടൻ തമിഴ്നാട്ടിൽ TVK എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി, അവിടെ ജനനായകൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കി. ഈ ജനനായകൻ എന്ന് പറയുന്ന സിനിമയിലാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ പടമാണെന്ന്, അത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും ആ സിനിമയ്ക്കകത്ത് പറയുന്നത് എന്തായിരിക്കും? ആ സിനിമയ്ക്കകത്ത് ഈ DMKക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളും കേന്ദ്രത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അതിനകത്ത് വില്ലനായിട്ട് അഭിനയിക്കുന്നവനാണ് പ്രകാശ് രാജ്. അതായത് വിജയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വില്ലനായിട്ട് പോയി അഭിനയിക്കുന്ന പ്രകാശ് രാജ് ഈ വില്ലനായിട്ട് അഭിനയിച്ച് അതിൽ നിന്ന് പൈസയും വാങ്ങിച്ച് നക്കിയിട്ട് നേരെ പുറത്തിറങ്ങിയിട്ട് വിജയ്ക്കെതിരെ പറയുകയാണ്. അതായത് റീലിൽ മാത്രമാണ് വിജയ് ഒരു സിനിമാ നടനും സൂപ്പർ ഹീറോയും ഒക്കെ, റിയലിൽ വിജയ് വെറും സീറോയാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വിജയ് അധികാരത്തിലേറിയപ്പോൾ ഒരു നാണവും മാനവും ഇല്ലാതെ ഓടിച്ചെന്ന് വിജയുടെ കാല് പിടിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതുവരെ അവൻ DMKയുടെ കൂടെയായിരുന്നു, ഇപ്പോൾ അവൻ വിജയുടെ കൂടെയാണ്. അതായത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിലപാടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിമറിക്കാൻ യാതൊരുവിധ നാണവുമാനവും ഉളുപ്പില്ലാത്തൊരു വ്യക്തിയാണ് പ്രകാശ് രാജ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്നറിയാം. ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറമുള്ള ഒരുപാട് സാധനങ്ങൾ ഈ പ്രകാശ് രാജിനെ കുറിച്ച് പറയാനുണ്ട്. എന്തു തന്നെയായിരുന്നാലും ആ പ്രകാശ് രാജ് ഇപ്പോൾ ഈ ധർമ്മസ്ഥല വിഷയത്തിൽ ഇപ്പോൾ നിലപാട് മറിച്ചിട്ടിരിക്കുകയാണ്. അതിനാണല്ലോ നിലപാടെന്ന് പറയുന്ന സാധനം. അതിപ്പോൾ വേണമെങ്കിലും മറിക്കാം, തിരിക്കാം, നമ്മുടെ ഇഷ്ടത്തിന് വളച്ചൊടിക്കാം. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ധർമ്മസ്ഥല വിഷയത്തിൽ ഈ ചിന്നയ്യൻ്റെ കേസ് ചോദിച്ചപ്പോൾ ഞാൻ ചിന്നയ്യനെ വിളിച്ചത്
യഥാർത്ഥത്തിൽ അത് ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചതല്ല. പക്ഷേ ഇതിനകത്ത് വേറൊരാളുകൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അയാളുടെ പേരെന്ന് പറയുന്നത് ഗിരീഷ് മട്ടന്നവറാണ്. ഈ പ്രധാനിയായിട്ടുള്ള ഗിരീഷ് മട്ടന്നവറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ ചിന്നയ്യനെ വിളിക്കുന്നത്. അങ്ങനെ സംസാരിച്ച തീയതി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തീയതി എന്ന് പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, മറന്നുപോയി എന്നാണ് പ്രകാശ് രാജ് വീണ്ടും പറയുന്നത്. അത് എനിക്ക് തീയതിയൊന്നും ഓർമ്മയില്ല, ഞാൻ പക്ഷേ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞാനായിട്ട് വിളിച്ചതല്ല, അത് മട്ടന്നവറിൻ്റെ അത് ഒരു ഈ സെറ്റപ്പിലാണ് ഞാൻ വിളിച്ചത് എന്നുള്ളതാണ് പ്രകാശ് രാജ് പറയുന്നത്. കൈവശമുള്ള വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പ്രകാശ് രാജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധർമ്മസ്ഥല ഗൂഢാലോചനയുമായി ബന്ധമില്ലെന്നും പിന്നെ ഒരു 200 കോടി അങ്ങനെ എന്തോ ഒരു കേസ് പറയുന്ന കേട്ടല്ലോ, അത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ, എന്തായാലും എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പ്രകാശ് രാജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് 200 കോടിയെക്കുറിച്ച് യാതൊരുവിധ അറിവും എനിക്കില്ല എന്നും പ്രകാശ് രാജ് പറയുന്നുണ്ട്. എന്തായാലും ഈ വേട്ടാവളിയെ അമ്മച്ചിയാണ് പോലീസ് തട്ടിക്കയറ്റും, കർണാടക കോടതി ഇടപെട്ടിട്ടുണ്ട്. നീ ഇനിയിപ്പോൾ കോക്രോച്ച് പാർട്ടിയിൽ പോയി വിളിച്ചാലും നീ ഏത് ഗർഭപാത്രത്തിൽ പോയി ഇരുന്നാലും നിന്നെ തൂക്കും. ഇതല്ലെങ്കിലും പണ്ടുള്ള എല്ലാ വേട്ടാവളിയന്മാരെ നമ്മുടെ കേരളത്തിലുണ്ട് കുറേ എണ്ണം. CBI വരുമ്പോൾ നെഞ്ചു വേനയെന്ന് പറഞ്ഞ് അകത്ത് കയറി കിടക്കും. ജനങ്ങൾക്കും അറിയാം, CBIക്കും അറിയാം, ഇരിക്കുന്ന ജഡ്ജിക്കും അറിയാം അവന് ഒരു കുരുവില്ലെന്ന്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ദൃശ്യത്തിൽ പറയുന്നത് പോലെ ഇത് ചെയ്തതെല്ലാം ജോർജ് കുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ക്യാൻ പ്രൂവ് ഇറ്റ് എന്ന് പറയുന്നത് പോലെയാണ് ഇവന്മാരെ കേസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിൻ്റെ കേസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നീ ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇടയിൽ പോയി നിന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ആ പിള്ളേരെല്ലാം കൂടെ നിന്നെ സംരക്ഷിച്ച് പിടിക്കുമെന്നാണ് നിൻ്റെ വിചാരം. അങ്ങനെയാണെങ്കിൽ അത് വ്യാമോഹമാണ്. വെറുതെ അവന്മാരുടെ കൂടി അവന്മാർക്ക് കിട്ടുന്ന ഇടി ഷെയർ ചെയ്യാതെ നീ ഒരു കാര്യം ചെയ്യും എന്ന് കീഴടങ്ങും. അതാണ് നിനക്ക് നല്ലത് എന്നാണ് ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് പ്രകാശ് രാജിനോട് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇടിയുടെ എണ്ണം കുറച്ച് കുറയും. ഇതിനൊന്നും ഇടിയല്ല തരേണ്ടത്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ അതുക്കും മേലെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കേസാണ് ഇതെന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ ജാഫർ ഇടുക്കി നമ്മുടെ മഹേഷിനെ നോക്കി പറയുന്നത് പോലെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ. ശരി.